ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു കുരുത്തക്കേടാണ്. കുരുത്തക്കേട് നേരത്തെ കാണിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ടീപ്പോയ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹോളാണ്. ഇവിടെ ഒരു ടീപ്പോയ് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ മുകളിൽ കനം കുറഞ്ഞൊരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെന്ത് ചെയ്തു, വെളിയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സാധനം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ചതാണ്. പക്ഷേ വെച്ചതിൻ്റെ ശക്തിശാലം കൂടിപ്പോയി. അതെന്ന് പറഞ്ഞാൽ ഒരു ചുറ്റികയായിരുന്നു. അങ്ങനെ ആ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് പോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി വലിയ ടീപ്പോയായിരുന്നു. ഞാനതെടുത്ത് അപ്പുറത്തോട്ട് മാറ്റി അതിൻ്റെ അകത്തൊക്കെ ചെടിച്ചട്ടി എടുത്ത് വെച്ചു. അന്ന് തൊട്ട് ഇവിടെ ഉള്ളവരെല്ലാം കൂടെ പറയാൻ തുടങ്ങിയതാണ്, വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കൊടുക്കണമെങ്കിൽ, ഒരു ചായ കൊണ്ട് വെക്കണമെങ്കിൽ, ഒരു മിച്ചർ കൊണ്ട് വെക്കണമെങ്കിൽ, ഒരു കുഴപ്പം കൊണ്ട് വെക്കണമെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല, ഒരു മേശ ഇവിടെ ഇല്ല, അല്ല ഒരു ടീപ്പോ ഇവിടെ ഇല്ല. വാശി മൂത്തിട്ട് ഞാൻ അപ്പുറത്തെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ റിഡ്സിൻ്റെ 2 ടയർ മാറി ഇതവിടെ കിടപ്പുണ്ട്. പുള്ളി കാണാതെ അത് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇനി പുറകെ വരും. അത് പിന്നെ നമുക്ക് അതിന് മുമ്പ് ഇതിൻ്റെ രൂപം നമ്മൾ മാറ്റി വെക്കണം. അതിന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു കയറെടുത്തിട്ട് നമ്മുടെ ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശ ആദ്യം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഈ കയറിനെ ഈ ടയറിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ മോളി വരെ കൊണ്ടുവന്ന് ഒരു പരുവത്തിലങ്ങ് സെറ്റാക്കി ഇതുപോലെ അങ്ങനെ വെച്ചേക്കാം. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന സാധനം ഇല്ലേ, അത് ടയറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയി ഒരു മുള വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ മുളയെ ഇങ്ങനെ പകുതിക്ക് കീറി. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മുളയെ നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ചുറ്റിനും ഈ ടയറിൻ്റെ ചുറ്റിനും ഇങ്ങനെ അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് വെച്ചു. ഒരു എത്ര എണ്ണ, 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിനെ അതുപോലെ പരുവത്തിനാക്കി അങ്ങനെ കെട്ടി അങ്ങോട്ട് വെച്ചു. ഈ മുള എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഹോളിൻ്റെ അകത്ത് ഒരു പച്ചപ്പാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. പച്ചപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു കാട് പോലാണ് ഞങ്ങളുടെ ഹോളും ഇരിക്കുന്നത്. അപ്പം മുളയും കൂടെ ആകുമ്പോഴത്തേക്കും തൃപ്തിയായി. ആ ഒരു പച്ചപ്പിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ടയറിൻ്റെ ചുറ്റിനും ആ മുളയും കൂടെ വെച്ച് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചു. ഈ മുള കെട്ടുന്നത് നമ്മൾ കോട്ടൺ നൂല് വെച്ചിട്ടാണ്. മറ്റേത് നമ്മൾ കയറ് വെച്ച്, അതായത് ചകിരിക്കയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചക്രക്കയർ. ഈ മുള കെട്ടുന്നത് നമ്മൾ ഈ കോട്ടൺ നൂല് വെച്ചിട്ടാണ്. ഇച്ചിരി കനമുള്ള കോട്ടൺ നൂലൊക്കെ നമുക്ക് അലങ്കാര വസ്തുക്കളൊക്കെ മേടിക്കുന്ന കടയിലും ഫാൻസി സ്റ്റോറുകളിലൊക്കെ കിട്ടും. നമ്മൾ അതും കൊണ്ട് ആ കയറും കൊണ്ട് ഈ ടയറിന് ചുറ്റും അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. തല കറങ്ങി വീഴാഞ്ഞത് ഭാഗ്യമെന്ന് പറയട്ടെ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. നമ്മളോടുള്ള വാശിയല്ല, നമ്മളെ ഇങ്ങനെ കൊച്ചാക്കി കാണിച്ച് ഒരു ഗ്ലാസ് പൊട്ടിയതിനാണ് ഇവരെല്ലാവരും കൂടെ നമ്മളെ ഇങ്ങനെ ഒരു കൊച്ചാക്കി കാണിച്ചത്. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ കോട്ടൺ നൂല് കൊണ്ട് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. തലകറങ്ങുന്നതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട. കൃത്യമായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി മനോഹരതയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇച്ചിരി സൗന്ദര്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ടയറിനുള്ളിലേക്ക് ഒരു ബേസിൻ ഇറക്കി വെക്കണം. അതായത് ടയറിൻ്റെ വലുപ്പത്തിൽ അകത്തോട്ട് ഇറങ്ങി ഇരിക്കുന്ന തരത്തിലുള്ള ഒരു ബേസിൻ പോയി നിങ്ങൾ മേടിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം കൊടുത്തേക്കിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലേ ബോളാണ്. ക്ലേ ബോൾ ഇല്ലാത്തവർക്ക് ഒരു മെറ്റൽ കഷ്ണങ്ങളായാലും മതി. അതിൻ്റെ മുകളിൽ കൊതുക് വല അങ്ങോട്ട് വട്ടത്തിൽ മുറിച്ച് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, അതായത് കമ്പോസ്റ്റും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സോയിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചെടികൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് വെക്കാൻ പോവാണ്. ഈ ചെടികൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ മുകളിലത്തെ പറമ്പിലോട്ടല്ല, നമ്മുടെ ടെറസയിലോട്ട് പോയി കുറച്ച് പായലൊക്കെ നമ്മൾ സെറ്റ് ആക്കി എടുത്തുകൊണ്ട് വരണം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ മഴ സമയത്ത് ഇഷ്ടം പോലെ പായൽ നമ്മുടെ ടെറസയിലും അതിലേലും ഒക്കെ പട്ടിപ്പിട്ട് ചുമപ്പുണ്ട്. ആ പായൽ അങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ച് ആ മണ്ണിൻ്റെ മുകളിലോട്ട് അങ്ങനെ വെച്ച് സെറ്റാക്കി വലിയൊരു പച്ചപ്പ് നമുക്ക് അവിടെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. കൃത്യമായ രീതിയിൽ അടുക്കി വെച്ച്, ഇപ്പോഴാണെങ്കിൽ പായൽ പോലെ ഇങ്ങനെ പറഞ്ഞ് വരും. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നു ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു പ്രശ്നം അതിൻ്റെ അകത്ത് വന്നു എന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടെ ഇതിൻ്റെ സൈഡൊന്ന് പൊക്കണം. അതിനുള്ള വകുപ്പ് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് ആ ഒരു വീടൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കി, എങ്ങനെ ലാൻഡ്സ്കേപ്പൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കി. അങ്ങനെ നമ്മൾ നോക്കിയിരുന്നപ്പോഴാണ് എന്തോ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ ഒരു സൈഡ് കൂടെ ശകലം കൂടെ പൊങ്ങണമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് കുറച്ച് കരിയിലപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ആ വീടങ്ങടുത്ത് മാറ്റിയിട്ടാണ് അതിൻ്റെ മേളിൽ കരിയിലപ്പൊടിയും പിന്നെ നമ്മുടെ സോയിലൂടെ മിക്സ് ചെയ്തിട്ട് ശകലം പൊക്കം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ശകലം മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പായൽ വെക്കാനുള്ള പണിയാണ് നമ്മൾ നോക്കുന്നത്. കൃത്യമായി നമുക്ക് പോലെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ പായൽ അതിന് മുകളിലും ഒരു മല പോലെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. നല്ല കൃത്യമായിട്ടൊരു ലാൻഡ്സ്കേപ്പ്, അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഇരിക്കുന്ന ഐഡിയയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പലരുടെയും മനസ്സിൽ ഇഷ്ടംപോലെ കലാപരമായിട്ടുള്ള ഐഡിയകൾ കാണും. എൻ്റെ കലാപരമായിട്ടുള്ള ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കലാപരമായിട്ടുള്ള കഴിവും ചിന്തയുമാണ് ഉള്ളത്. അതിനനുസരിച്ച് വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ടെറാറിയത്തിൻ്റെ ടോയ്സ് പോലുള്ള ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ മൃഗങ്ങളെ ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഒരു ലാൻഡ്സ്കേപ്പ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു പച്ചപ്പ്, ഒരു മല പോലെയുള്ള പച്ചപ്പ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികൾ, താഴ്വാരത്ത് കുറച്ച് ചെടികൾ, അതിന് ചുറ്റിനും നമുക്ക് വീട് ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് കണ്ടോ, നല്ലൊരു സൈസിലെ ഒരു കോൺക്രീറ്റ് സൗധമാണ്. കോൺക്രീറ്റ് വീട് ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഡിസൈൻ പറ്റിയ സാധനമാണ്. 2 ഹട്ടുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഉഗ്രനൊരു ഏറുമാടൻ ടൈപ്പിലുള്ള ഒരു ഉഗ്രനൊരു വീട്, കാട്ടിലെ വീട് പോലെ തന്നെ ഇരിക്കുന്ന ഒരു വീട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പുൽമേടിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ മാൻകുട്ടികളൊക്കെ ഓടി നടന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട്. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് 2 മുയലുകുട്ടന്മാർ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പതുങ്ങിയൊരു ചെന്നായി ഇരിപ്പുണ്ട്. അവൻ ഇവനെ പിടിക്കാനുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്നാലും ഈ കാടിൻ്റെ ഉള്ളിൽ അവൻ പതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് അങ്ങനെ കൃത്യമായിട്ട് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, വളരെ മനോഹരമായ രീതിയിൽ ഈ ലാൻഡ്സ്കേപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ എന്തിനാണ് അതിൻ്റെ അടിയിൽ ഒരു വലയും കുറച്ച് ക്ലേ ബോൾ അല്ലെങ്കിൽ മെറ്റൽ കഷ്ണങ്ങൾ ഇടുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം അടിയിൽ പോയിട്ട് ഒരു വാട്ടർ ബോഡി ആയിട്ട് തന്നെ കിടക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസ് ഒരു റൗണ്ടിൽ മുറിച്ച ഗ്ലാസ്സാണ്. ഇതിന് 240 രൂപയാണ് ആ റൗണ്ടിൽ മുറിച്ച ഗ്ലാസ്സിനുണ്ടായത്. അപ്പം ആ ഒരു വെള്ളം അടിയിൽ കിടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ ഗ്ലാസ്സൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ആവിയായിട്ട് മേളിലേക്ക് വരും. അങ്ങനെ ഈ പായൽ വാടാതെ ഉണങ്ങാതെ നല്ല ഒരു പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കും. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ലൈറ്റ് വേണം കേട്ടോ. ഈ ലൈറ്റ് ഒരു 50% ലൈറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പായലിൻ്റെ പച്ചപ്പ് അതുപോലെ നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു വാട്ടം സംഭവിക്കും. ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളിൻ്റെ മുകളിലിട്ട് നമ്മളൊരു പർഗോള ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലൈറ്റ് കൃത്യമായിട്ട് അതിന് ലഭിക്കും. ഇല്ലാന്ന് ഉള്ളവർക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണെങ്കിലും ഇത് നിൽക്കും. അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ടെറാറിയത്തെ സെറ്റ് ചെയ്യാം. ടയർ ടെറാറിയം എന്ന് തന്നെ ഇതിനെ പറയാം. അതേ ഗ്ലാസ് വെക്കുന്ന രീതിയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഗ്ലാസ് അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. ഇത് റൗണ്ടിൽ മുറിച്ചെടുത്ത ഗ്ലാസ്സാണ്. ഇത് ഗ്ലാസ് കടയിൽ പോയി നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഒരു 240 രൂപയ്ക്ക് നിങ്ങൾക്ക് 1.5 വലുപ്പമുള്ള 1.5 അടി വലുപ്പമുള്ള റൗണ്ടിലാണ് ഈ ഒരു ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഹോളെന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ഇൻറ്റീരിയറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ മരങ്ങൾ പോലുള്ള സാധനങ്ങൾ. ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ രാവിലത്തെ സ്ഥിതിയാണിത്. രാവിലെ മിസ്റ്റൊക്കെ വന്ന് ആ ഗ്ലാസ് മൂടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളം താഴേക്ക് പതിച്ച് ഒരു മഴ പോലെ താഴേക്ക് പോകും. ദേ കണ്ടില്ലേ, ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് ആ ഗ്ലാസ് ഇരിപ്പുണ്ട്. ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ ആ ഒരു സെറ്റപ്പും കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വരും. തൽക്കാലം വിട. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.